بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ജീവിതം, കർമ്മം, ഫലം, ഈ 3 പോയിന്റുകളിൽ ഊന്നി നിന്നുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ചില വിഷയങ്ങൾ പറയാനുള്ളത്. എന്താണ് ജീവിതം? നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മുതലാണ് ജീവിതം ആരംഭിച്ചത്? എന്തിനു വേണ്ടിയാണ് ജീവിതം? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഒരാൾ ജനിച്ച അന്നു മുതൽ ജീവിതം തുടങ്ങുകയാണ്. എന്തിലേക്കാണ്? മരണത്തിലേക്ക്. ഓരോ ദിവസം പിന്നിടുമ്പോഴും അയാൾ ദുനിയാവുമായുള്ള ബന്ധം വിടുകയും പരലോകത്തേക്ക് എത്തുകയും ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ജനനം മുതൽ മരണം വരെ ഇതാണ് ശരിക്കും ജീവിതം. എവിടുത്തെ ജീവിതം? ഈ ദുനിയാവിലെ ജീവിതം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജീവിതം എന്താണ് എന്ന് വളരെ നല്ല രൂപത്തിൽ, ചുരുങ്ങിയ രൂപത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് ജീവിതം എന്ന്. അപ്പോൾ എന്താണ് ജീവിതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങി. നമുക്ക് കാണാം, നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹസീരിൻ ഫഖാമ വഖദ് അഥറ ഫീ ജംബിഹി ഫഖുൽനാ യാ റസൂലല്ലാഹ് ലൗ ഇത്തഖദ്നാ വിതാൻ ഫഖാല മാലി വമാലി ദുനിയ
മാന ഫി ദുനിയ ഇല്ലാ കറാക്കിബിൻ ഇസ്തദല്ല തഹ്ത ശജറത്തിൻ സുമ്മ റാഹ വതറകഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ള കടന്നുറങ്ങി. ഈത്തപ്പനയോലയുടെ ആ പായയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി. അങ്ങനെ ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ വഖദ് അസ്റ ഫീ ജംബിഹി, നബിയുടെ പുറത്ത് അല്ലെങ്കിൽ കിടന്ന ഭാഗത്ത് പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു മെത്ത ഉണ്ടാക്കി തരട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി എന്താണ്? മാലി വമാലി ദുന്യ, ഞാനും ദുനിയാവും എന്ത് ബന്ധമാണ്? ഞാനും ദുനിയാവും എന്ത് ബന്ധമാണ്? എന്താണ് അത് തമ്മിലുള്ള ബന്ധം? ഇല്ലാക്ക റാക്കിബുൻ ഇസ്തദല്ല തഹ്ത ശജറത്തിൻ, ഏതുപോലെയാണ്? ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്, ഒരു യാത്രക്കാരനെ പോലെയാണ്. ആ യാത്രക്കാരൻ തൽക്കാലം കുറച്ചു നേരത്തേക്ക് ആ മരച്ചുവട്ടിൽ തണൽ കൊള്ളുകയാണ്. പിന്നെയോ സുമ്മ റാഹ വതറകഹു, പിന്നെ അവിടുന്ന് പോകുന്നു, അത് ഒഴിവാക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു മരച്ചുവട്ടിൽ തണൽ കൊള്ളുന്ന അത്രയും ഒരു വില മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിന് കൽപ്പിച്ചിട്ടുള്ളൂ. ആ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ് സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് വെച്ചു തന്നത്? എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്കുള്ള ഒരു ജീവിതം നമുക്കുണ്ടാക്കിയത്? ഇത് അല്ലാഹു സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറയുകയാണ്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നവരാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, രാജാധികാരം ആരുടെ കരങ്ങളിലാണോ അവൻ പരിശുദ്ധനായിരിക്കുകയാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം കഴിയും, എല്ലാത്തിനും കഴിവുള്ളവനാണ് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ്. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തിനു വേണ്ടി? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. അപ്പൊ നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും സൃഷ്ടിച്ചു. എന്തിന്? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും പ്രവർത്തനം എന്നല്ല, ഏറ്റവും നല്ല പ്രവർത്തനം ആരാണ് പ്രവർത്തിക്കുന്നത് എന്നറിയുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുന്നത്. സഹോദരന്മാരെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ മുമ്പിലുള്ള പരീക്ഷണം? എന്താണ് പരീക്ഷണം? അതുമാണല്ലോ പരീക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ സൃഷ്ടിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പരീക്ഷണ വസ്തുവുണ്ട്. അതെന്താണ്? അതും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു. എവിടെ? സൂറത്തുൽ ഇൻസാൻ. ആ ഇൻസാനിലൂടെ മനുഷ്യനോട് അത് ചോദിക്കാണെന്ത്? ഹല്ലത്താൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറാ. ഇതും അല്ലാഹു പറഞ്ഞു. എന്താണ്? പരീക്ഷണത്തിന്റെ വിഷയമാണ്. ഹല്ലത്താൽ ഇൻസാനി, മനുഷ്യ ഹീനും മിനദ് ദഹരി, കാലങ്ങളിൽ നിന്നൊരു കാലം കഴിഞ്ഞു പോയില്ല. ആർക്ക്? മനുഷ്യന്. ലം യകുൻ ഷൈഅൻ മദ്കൂറാ, അവൻ എന്താണെന്ന് പോലും പറയാൻ കഴിയാത്ത, പ്രസ്താവ്യോഗ്യമല്ലാത്ത ഒരു കാലം മനുഷ്യനക്ക് കഴിഞ്ഞു പോയില്ലേ? ആരോട്? നമ്മോട് ചോദിക്കണം. ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. അപ്പൊ അങ്ങനെയുള്ള നീ എന്താണെന്ന് പോലും പറയാൻ കഴിയാത്ത, ഇവിടെ ഉണ്ട്, നീ ഇല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയില്ലയോ? എന്നിട്ടോ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഞാനിതാ നിങ്ങൾ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ആ ഒരു ഭ്രൂണത്തിൽ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നിട്ടോ നിങ്ങൾക്ക് ഫജഅൽനാഹു സമീഅൻ ബസീറാ, കാണാനും കേൾക്കാനുമുള്ള ചെവിയും അതുപോലെ കണ്ണും അല്ലാഹു നിങ്ങൾക്ക് നൽകി. എന്നിട്ടോ ഇതാണ് പരീക്ഷണം. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറാ. ഇന്നാ ഹദൈനാഹു സബീല, അവർക്ക് മുമ്പ് ഞാനിതാ ഒരു മാർഗം വെച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ പരീക്ഷണം. ഈ ജീവിതത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന വിഷയം ഇവിടെയാണ്. ഇന്നാ ഹദൈനാഹു സബീല, അവർക്ക് മുമ്പ് ഞാനിതാ ഒരു മാർഗം വെച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറാ, ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനായി മാറും, അല്ലെങ്കിലോ നന്ദി കെട്ടവനായി അവൻ തീരുകയും ചെയ്യും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്?
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുമ്പിൽ ഇന്നാ ഹദൈനാഹു സബീല, ഒരു മാർഗം ഞാനിതാ വെച്ച് തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇമ്മാ ഷാക്കിറൻ വൈമ്മാ കഫൂറ, ഒന്നുകൾ നിങ്ങൾ ആ മാർഗം പിൻപറ്റി നല്ല ആൾക്കാരായി നിങ്ങൾ തീരും, അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായി തീരും. അല്ലെങ്കിലോ നിങ്ങൾ സ്വീകരിക്കാതെ നന്ദി കെട്ടവനായി മാറും. സഹോദരന്മാരെ, നമ്മളൊക്കെയും അള്ളാഹുവിന് നന്ദിയുള്ളവരായി മാറണം. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന പ്രവാചകന്മാരിലൂടെ നമ്മെ പഠിപ്പിച്ച മാർഗം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദിയുള്ള ആളുകളായി നമ്മൾ മാറണം. ഇല്ലെങ്കിലോ അള്ളാഹു പഠിപ്പിച്ച മാർഗം വിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗം വിട്ടുകൊണ്ട് വേറെ വല്ല മാർഗവും സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവൻ നന്ദി കെട്ടവനായി മാറും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടോ ഇനി എപ്പോഴാണ് ഒരാൾ നന്ദിയുള്ളവനായി മാറുക? അതുപോലെ നന്ദി കെട്ടവനായി മാറലപ്പോഴാണ്? ഇതും അള്ളാഹു പറഞ്ഞു, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് ഒരാൾ നന്ദിയുള്ളവനായി മാറുക, എപ്പോഴാണ് നന്ദി കെട്ടവനായി മാറുക എന്നുള്ളത് അതെന്ത് പറഞ്ഞു? മൻ കാന യുരീദുൽ ആജില, ആരെങ്കിലും ഈ നൈമിഷികമായ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഈ ദുനിയാവിനെയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അജ്ജൽനാ ലഹു ഫീമാ നശാ ലിമൻ നുരീദ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അല്ലാഹു കൊടുക്കും. ഇപ്പോൾ ഒരാൾ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്ത് ചെയ്യും? അല്ലാഹു ഉദ്ദേശിക്കുന്ന അയാൾക്ക് കൊടുക്കും. എന്നിട്ടോ സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, പിന്നെ അവനെ നാം നരകത്തിൽ കൊണ്ടുപോയിടും. അങ്ങനെ നീചനും നികൃഷ്ടനുമായ രൂപത്തിൽ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ കൊണ്ടുപോയിടും. അപ്പൊ ഇവിടെ ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾ, അയാൾ ശരിക്കും ആരല്ല? നന്ദിയുള്ളവനല്ല എന്നർത്ഥം. അവൻ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോയി. അവൻ ഇവിടേക്ക് പോകും. അവസാനമായി ദുനിയാവിൽ എന്തവന് കിട്ടിയാലും ശരി, അവൻ അവസാനമായി നരകത്തിലേക്ക് പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാലോ വമൻ അറാദൽ ആഖിറത, ആരെങ്കിലും ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകമാണ് എങ്കിൽ വസഅ ലഹാ സഅയഹാ, അത് കൊടുക്കാനുള്ള പറഞ്ഞില്ല. ആരെങ്കിലും പരലോകം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് കൊടുക്കാമെന്ന് അല്ലാഹു പറഞ്ഞത്. പിന്നെ വസഅ ലഹാ സഅയഹാ, അതിനാവശ്യമായ പ്രവർത്തനം അവൻ ചെയ്യണം. സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റൂല. എന്തിനാവശ്യമായ? ആ സ്വർഗം ലഭിക്കുവാൻ ആവശ്യമായ കാര്യം, അതാണ് ആ പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യം. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ, അവൻ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യണം. അത് മാത്രം പോരാ, പിന്നെ വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയായിരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ, അപ്പോൾ അവന്റെ പ്രവർത്തനം അത് സ്തുത്യർഹമായതാണ്, നന്ദി അർഹിക്കപ്പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എന്തുവാണ് സഹോദരന്മാരെ, നമ്മൾ ഈ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴും എന്ത് വേണം? ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം, പിന്നെന്ത് വേണം? അടിസ്ഥാനപരമായി മുഅ്മിനായിരിക്കണം. അടിസ്ഥാനപരമായി മുഅ്മിനായിരിക്കണം. അതാണ് എന്ത് പറഞ്ഞത്? വഹുവ മുഅ്മിൻ. ഒരാൾ വിശ്വാസമില്ലാതെ എന്ത് കാര്യം ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. അപ്പൊ നമ്മൾ ആരായിരിക്കണം? മുഅ്മിനീങ്ങളായിരിക്കണം. അപ്പൊ എങ്ങനെയൊക്കെ ഉണ്ട് ഈമാൻ? നമ്മളെന്താണ് മുഅ്മിനാണെന്ന് വെച്ചാൽ അതെ ആണ്. ഇപ്പോൾ ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാ, അദ്ദേഹത്തിന് പിന്നെ ഈ വിശ്വാസികളുടെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനുണ്ട്. അതിൽ പറയാണെന്ത്? ഇന്നത്തെ മനുഷ്യന്മാര് പിന്നെ അഹ്ലക്കന്നാസൽ അമാനി, ജനങ്ങളെ അവരെ വ്യാമോഹങ്ങൾ നശിപ്പിച്ചിരിക്കുകയാണ്. ആൻത മുഅ്മിൻ, വിശ്വാസിയാണോ? അപ്പം എന്ത് പറയും? അതെ ഞാൻ വിശ്വാസിയാണെന്ന് പെട്ടെന്ന് പറയും. എന്നിട്ടോ കൗലം ബിലാ അമലിൻ, പ്രവർത്തിക്കാത്ത വാക്കുകൾ, ഈമാനം ബിലാ യഖീനിൻ, ഉറപ്പില്ലാത്ത വിശ്വാസം, മഅരിഫത്തൻ ബിഗൈരി സബ്രിൻ, അതുപോലെ ക്ഷമയില്ലാത്ത അറിവ്. ഇതാണെന്ത് ഇന്ന് മനുഷ്യന്മാർ നശിപ്പിച്ചത്. അപ്പൊ നമ്മൾക്ക് എന്താണ്? മുഅ്മിനുകളായി മാറണം. അപ്പൊ എന്താണ് ഈമാൻ? എന്തൊക്കെയാണ് ഈമാൻ? ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു, പരിശുദ്ധ ഖുർആനിലൂടെയും അതുപോലെ തന്നെ പ്രവാചകൻ ഹദീസുകളിലൂടെയും. എപ്പോഴാണ് ഒരാൾ മുഅ്മിനായി തീരുക? എന്തായിരിക്കണം? 4 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്നെന്താണ്? ഒന്ന് അവന്റെ വിശ്വാസം, അഖീദത്തും ബിൽ ഖൽബ്, ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. പിന്നെ അമലും ബിൽ ഖൽബ്, കൽബ് കൊണ്ട് പ്രവർത്തിക്കണം. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. കൽബ് കൊണ്ട് പ്രവർത്തിക്കണം. അത് കഴിഞ്ഞാലോ ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. പിന്നെയോ അമലും ബിൽ ജവാരിഹ്, ഈ അവന്റെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ ഒരാൾ ഉണ്ടാകണം. അപ്പോഴാണ് എന്താവുള്ളൂ? മുഅ്മിനായി മാറുന്നുള്ളൂ.
അപ്പോഴാണ് ഈമാനുള്ള ആളായിട്ട് അവൻ മാറുന്നുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഒരാൾ ഇഅ്തിഖാദുൻ ബിൽ കൽബ് കൊണ്ടുള്ള വിശ്വാസം എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ജിബ്രീൽ വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യരൂപത്തിൽ ജിബ്രീൽ വന്നു. അതിന് ഹദീസ് ജിബ്രീൽ എന്നാ പറയല്. എന്ത് പറയുന്നു? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൗമൻ ബാരിസൽ ലിന്നാസി ഇദ അതാഹു റജുലുൻ യംശി. ഒരാൾ നബിയുടെ അടുത്തേക്ക് വന്ന ദിവസം കേട്ടോ, ഫഖാല യാ റസൂലല്ലാഹ് മൽ ഈമാൻ. നബിയെ, എന്താണ് ഈമാൻ? എന്താണ് നബിയെ വിശ്വാസം എന്താണ്? അപ്പോൾ നബി പറഞ്ഞു, കാല അൽ ഈമാനു, വിശ്വാസം എന്ന് പറഞ്ഞാൽ അൻ തുഅ്മിന ബില്ലാഹി, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, വ മലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകൾ വിശ്വസിക്കലാണ്, വ കുതുബിഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ വിശ്വസിക്കലാണ്, വ റുസുലിഹി, അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ, വ ലിഖാഇഹി, അതുപോലെ തന്നെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിന്റെ 6 കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണെന്ത്? ഇതാണ് ഈമാൻ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി മനസ്സിൽ വിശ്വസിക്കണം, ഉൾക്കൊള്ളണം. ഇതാണെന്ത്? ഇതാണ് ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്. ഇങ്ങനെ ആ പറഞ്ഞ 6 കാര്യങ്ങൾ, ആ 6 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ വിശ്വസിക്കുവാൻ വേണ്ടിയാണോ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, അത് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം. ഇതാണ് ഇഅ്തിഖാദുൻ ബിൽ ഖൽബ് എന്ന് പറഞ്ഞാൽ. ഇവിടെ പിന്നെ ആര് എന്ത് പറഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. ഈ വിശ്വാസത്തിൽ ഒരു ഇളക്കം വരാൻ പാടില്ല. എന്ത് വേണം? യക്കീനുമാണ്. യക്കീൻ നല്ല ഉറപ്പുണ്ടായിരിക്കണം. എന്താ യക്കീൻ എന്ന് പറഞ്ഞാൽ? നമ്മളെന്ത് പറയും? നമുക്ക് നല്ല വിശ്വാസത്തിൽ യക്കീനുമാണ്. എന്താ യക്കീൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഈ നരകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്ത് നിങ്ങൾ എന്ത് പറയുന്നത്? സുമ്മലത്ര ഉന്നഹ ഐനൽ യക്കീൻ, നിങ്ങൾ എന്ത് ചെയ്യും? കണ്ണുകൊണ്ടത് കാണുക തന്നെ രൂപത്തിൽ പറയാൻ, അല്ല പറയാൻ, ഉറപ്പിച്ച് പറയാണ്. അപ്പൊ ഇങ്ങനെ ഈ കണ്ണുകൊണ്ട് കണ്ട രൂപത്തിലായിരിക്കണം നമുക്ക് വിശ്വാസം ഉണ്ടാവേണ്ടത്. ഇന്ന് അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് മാറ്റം സംഭവിക്കുന്നത്. അതെങ്ങനെ വരേണ്ടത്? ഇപ്പൊ നമ്മളോട് ഒരാൾ ഒരു സ്ഥലത്ത് ഒരു സംഭവം നടന്നു, ഒരാൾ വന്ന് പറഞ്ഞത് അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അത് ശരിയായിരിക്കും. അപ്പോൾ മനസ്സിൽ വിശ്വാസം വന്നു, കുറച്ച് വിശ്വാസം വന്നു. കാരണം നമ്മൾ അറിയുന്ന ആളാണ്, ഇയാൾ കളവ് പറയില്ല, ഈ വിഷയം അയാൾ നമ്മളെ വിശ്വസത്തിലാണ് ഈ പറഞ്ഞത്. അപ്പൊ എന്തായി? നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒന്നുണ്ട് എന്നുള്ള വിശ്വാസം അവിടെ വന്നു. ഇതേ സംഗതി എന്ത് ചെയ്തു? വേറൊരാൾ വന്ന് പറഞ്ഞു, ഇങ്ങനെ അവിടെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്താ ഇത്? ഒന്നുകൂടി ഉറപ്പായി നമുക്ക്. ഇനിയോ അതേ സംഭവം നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാലോ പിന്നെ ആര് പറഞ്ഞാലും നിഷേധിക്കൂല, നമ്മളെ ഉറച്ച്. ഇതാണ് യക്കീൻ. ഇങ്ങനെ ആ ഈമാൻ എന്തായിരിക്കണം? ആ നിലക്ക് യക്കീനായി മാറണം. ഈ യക്കീനായ വിശ്വാസമാണ് സഹാബത്തിനുണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്ര, ഇസ്രാ മിഅ്റാജ് യാത്ര. കാരണം 2 മാസത്തിലധികം വൈദൂരമുള്ള സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം കൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളായി. ഈ സമയം നോക്കി മക്കയിലുണ്ടായിരുന്ന ഇസ്ലാമിക ശത്രുക്കൾ എന്ത് ചെയ്യാണ്? എങ്ങനെയെങ്കിലും വിശ്വാസികളെ ഇതിന് മാറ്റാൻ പറ്റും നോക്കി പോവാണ്. ഇത് അങ്ങനെ ഈ സമയം നോക്കിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സ്നേഹിക്കുന്ന നബിയുടെ സിദ്ദീഖായി മാറിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോയി പറഞ്ഞത്, ഇതാ നിന്റെ സഹോദരൻ മുഹമ്മദ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്ത്? ഇന്നലെ രാത്രി കൊണ്ട് പോയിട്ട് വന്നു. എവിടേക്ക്? പിന്നെ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി വന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചോദിക്കണത്? അങ്ങനെ അയാൾ പറഞ്ഞില്ല. എന്ത് പറഞ്ഞു? ഇതാരാ നിങ്ങളോട് പറഞ്ഞത്? നിന്റെ സ്നേഹിതൻ മുഹമ്മദാണ്. എങ്കിൽ ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. എങ്കിൽ ഞാനതിൽ ഇതാണ് യക്കീൻ എന്ത്. പിന്നെ അതിൽ അള്ളി റസൂലും പറഞ്ഞ അതിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ യക്കീനായ വിശ്വാസം എവിടേക്ക് വരണം? നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണം. പിന്നെ ആര് പറഞ്ഞാലും അതിന് മാറാൻ പാടില്ല. നമ്മൾ കൃത്യമായി അവിടെ നിൽക്കണം. ഇതാണെന്ത്? ഒരു മുഅ്മിനിന്റെ പിന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിശ്വാസം ഇങ്ങനെ നമ്മൾ ക്രമീകരിക്കണം, കൃത്യമായി ഒരു മാറ്റില്ലാതെ. പിന്നെ എന്തായിരിക്കണം? പിന്നെ അടുത്ത വിഷയം എന്താണ്? അൽ ഈമാനു ബിൽ ഖൽബാണ്. അതെങ്ങനെയാണ്? റസൂൽ എന്ന് പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോകുമ്പോൾ എന്ത് കണ്ടു? പിന്നെ ഒരാളെ കണ്ടു. മറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റജുലിൻ വഹുവ യുആതിബു അഖാഹു ഫിൽ ഹയായി. ലജ്ജയുടെ വിഷയത്തിൽ ഒരാളിങ്ങനെ വേറെ ആൾ ഉപദേശിക്കണം. അങ്ങനെ ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നടന്നുപോയി. ആ സമയത്തോ യഖൂലു ഇന്നക ലതസ്തഹി ഹത്താ കഅന്നഹു യഖൂലു ഖദ് അലറ ബിക. നബി എന്താ പറയുന്നത്? ഇയാള് നബി സല്ലല്ലാഹു ഈ ലജ്ജയ്ക്ക് വേണ്ടി ഉപദേശിക്കപ്പെടുന്ന ആളെ പ്രയാസപ്പെടുന്ന രൂപത്തിൽ ഉപദേശിക്കുക. അപ്പൊ നബി എന്ത് പറഞ്ഞു? ദഅഹു, ഇയാളെ വിട്ടേക്ക്. ഫൈനൽ ഹയാ മിനൽ ഈമാൻ. എന്താണ്? ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. എവിടെ വേണ്ടത്? ഇത് കൽബിലാ വേണ്ടത്. ഇതും എന്തുവാണ്? ഇത് കൽബിന്റെ പ്രവർത്തനമാണ്. അത് പിന്നെ അതുപോലെ തവക്കുൽ, അതെന്താ? കൽബിന്റെ പ്രവർത്തനമാണ്. പിന്നെ ഖൗഫ്, ഭയം എന്താണ്? അത് കൽബിന്റെ പ്രവർത്തനമാണ്.
ഒരു പേടി. അത് കൽബിന്റെ പ്രവർത്തനമാണ്. അവിടെ എന്ത് പറഞ്ഞു? ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്ത്, പിശാജിന്റെ ആൾക്കാർ ഉപയോഗിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുന്നു. ആര്? പരിശുദ്ധ ഖുർആൻ ആ വിഷയം എടുത്ത് പറഞ്ഞു. ഇന്നമാ ദാലികും ശൈത്താൻ യുഖവ്വിഫു ഔലിയാഹു ഫലാ തഖാഫുഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഇന്നമാ ദാലികും ശൈത്താനു യുഖവ്വിഫു ഔലിയാഹു, പിശാജാണ് അവന്റെ ഔലിയാക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. എന്നിട്ടോ ഫലാ തഖാഫു, നിങ്ങൾ അവരെ ഭയപ്പെടുത്തി, നിങ്ങൾ അവരെ ഭയപ്പെടാൻ പാടില്ല. വഖാഫൂനി, നിങ്ങൾ എന്നെ ഭയപ്പെടുത്തണം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ്. അപ്പം എന്തായി? ഈ ഖൗഫ് അത് കൽബിന്റെ പ്രവർത്തനമാണ്. ഈ ഭയം അള്ളാഹുവിനെ മാത്രമേ പറ്റൂ. അതുപോലെ ആ അള്ളാഹുവിന് മാത്രമേ പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റൂ. ആ ലജ്ജ അത് ഈമാനിന്റെ ഭാഗമാണ്. ഇതൊക്കെ ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എന്തായി? ഇത്കാദും ബിൽ കൽബ്, പിന്നെ അമലും ബിൽ കൽബ്. മൂന്നാമത്തെ വിഷയം എന്താ? ഇങ്ങനെ ഈ ഈമാനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുക. പിന്നെ പറയാനെന്ത്? പിന്നെ അടുത്ത വിഷയം എന്താണ്? ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. നാവ് കൊണ്ട് പറയാൻ നബി എന്ത് പറഞ്ഞു? അൽ ഈമാനു ബിദ്ഉൻ വസബഊന ഔ ബിദ്ഉൻ വസിത്തൂന ശുഅബ ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹ ഇമാതത്തുൽ അദാ വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഇവിടെ എന്ത് പറഞ്ഞു? അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ ഔ ബിദ്ഉൻ വസിത്തൂന ശുഅബ. ഈമാൻ 60-ൽ പരം അല്ലെങ്കിൽ 70-ൽ പരം ശാഖകളുണ്ട്. എന്നിട്ടോ ഫഅഫ്ളലുഹാ, അതിലേറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അപ്പം എന്ത് വേണം? നാവ് കൊണ്ട് അത് പ്രഖ്യാപിക്കണം നമ്മൾ. പിന്നെയും പറഞ്ഞത് അൽ അമലും ബിൽ ജവാരിഹ്, അതെന്താണ്? നമ്മൾ പ്രവർത്തിക്കണം. നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, എന്ത് വേണം? പ്രവർത്തനം കൂടി കൂടുതലുണ്ടാവണം. അതെന്താണ്? ഇവിടെ കിബില മാറ്റവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ത്? ഇപ്പൊ ഈ കുറെ കാലം ബൈത്തുൽ മുഖദ്ദിസ് നിസ്കരിച്ചു. അപ്പോൾ അതിന്റെ വിഷയം എന്താണെന്ന് ചോദ്യം പലപ്പോഴും ഇസ്ലാമിക ശത്രുക്കൾ ചോദിച്ചു. ആ സമയത്ത് അള്ളാന്റെ മറുപടി എന്താണ്? അവിടെ പറയാണ്, നിങ്ങൾ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ തകൂനു ശുഹദാ അന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതി കാനത അലൈഹ കുൻത അലൈഹ ഇല്ലാ ഇൽമ. അവസാനം പറയണത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വമാ കാനല്ലാഹു ലിയുളിയ ഈമാനക്കും, അള്ളാഹു നിങ്ങളെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. അതെന്താണ് അവിടെ അർത്ഥം? നമസ്കാരം. ആ നമസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. ഇതുപോലെ ഈ നമ്മുടെ പ്രവർത്തനങ്ങൾ, എന്തുള്ള പ്രവർത്തനങ്ങൾ? ഈ നമ്മുടെ ജവാഹികൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പം ഇങ്ങനെ ഈ 4 നിലക്കുള്ള ഈമാൻ, അത് ഈമാൻ അങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈമാൻ എന്താണത്? പൂർത്തിയായി മാറുന്നത്. ഇങ്ങനെ ഒരാൾ പ്രവർത്തിക്കുമ്പോഴാണ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൊടുക്കുക? അവന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ സ്വർഗം ലഭിക്കുകയും ചെയ്യുക എന്നർത്ഥം. എന്നിട്ടോ ഇതിലോ ഈ ഈമാനിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. കാരണം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ കാരണമായിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അതുപോലെ തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ കാരണമായി മുസ്ലിമായി തീരുക. ഇങ്ങനെ ഈ ഭൂതലം വിട്ടു വരുമ്പോൾ എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം. അപ്പം ഇങ്ങനെ വിശ്വാസത്തോടു കൂടി നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്തായി തീരുക? ധന്യമായിട്ട് മാറുക. ഇങ്ങനെ ഈ വിശ്വാസം ആദ്യമാണ്. ഇനി രണ്ടാമത്തെ വിഷയം എന്താണ്? സഈ, കർമ്മങ്ങൾ. ഈ കർമ്മം എങ്ങനെയാണ്? അപ്പൊ ഈ വിശ്വാസം 4 മനസ്സിലായല്ലോ. ഇങ്ങനെ ഈ വിശ്വാസം കൃത്യമായിരിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തോടു കൂടിയുള്ള സഈയാണ് അടുത്തതായി പറയുന്നത്. അതെന്താണ്? അല്ലാഹു പറയുന്നത് വൽ അസ്ർ. നമുക്ക് എല്ലാവർക്കും അറിയാം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. ഇതാണെന്ത്? കർമ്മം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യന്മാരൊക്കെയും എവിടെയാണ്? നഷ്ടത്തിലാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആൾക്കാർ ഒഴികെ. പിന്നെയോ വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഒഴികെ. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ കൊണ്ടും ഹക്ക് കൊണ്ടും ഉപദേശിക്കുന്ന ആൾക്കാരും ഒഴികെ. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? വഅമിലുസ് സ്വാലിഹാത്തി. പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്തെ കാര്യം എടുത്തു പറഞ്ഞു. എന്ത്? ഈ വിശ്വസിക്കുക, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ സൽക്കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം? ഇപ്പൊ വിശ്വാസമുള്ള ആളുകൾ തന്നെ അവര് എന്തെങ്കിലും സൽക്കർമ്മം ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുക. എന്ത് വേണം? അതിന് പ്രവാചകന്റെ മാതൃകയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിഷയമായിരിക്കണം. അത് സഹാബത്ത് എങ്ങനെ ഉൾക്കൊണ്ടോ അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കാണിച്ചു കൊടുത്തു സഹാബത്തിന്. അങ്ങനെ അതിന് തുടക്കത്തിൽ വജ്ജത്ത് മെല്ലെ, അല്ലെങ്കിൽ പ്രാരംഭ പ്രാർത്ഥന മെല്ലെ ചെല്ലി. ഇത് കേട്ടപ്പോൾ സഹാബി ചോദിക്കാണ്, നബിയെ നിങ്ങൾ
അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കുറേ നേരം മിണ്ടാതെ അവിടെ എന്ത് പറഞ്ഞു? അപ്പം എന്ത് പറഞ്ഞു? അവിടെയാണ് പ്രാരംഭ പ്രാർത്ഥന അഥവാ വജ്ജത്ത് വജ്ജ് അല്ലെങ്കിൽ അള്ളാഹു ബായിദ് ബൈൻ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം ഇങ്ങനെ എന്താണ് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ രൂപത്തിൽ പ്രവർത്തിക്കണം. പിന്നെ വിശ്വാസമുണ്ടായിരിക്കും. അതാണ് സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ അല്ലാഹ് പറഞ്ഞു. എന്ത് പറഞ്ഞു? കുൽ ഇന്നമാന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കുറഞ്ഞ സമയത്ത് നമ്മുടെ ജീവിതം കുറച്ചാൽ നബി പറഞ്ഞില്ലേ, അത് വളരെ കുറച്ചേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ചെയ്തെടുക്കേണ്ട വിഷയമാണ് ഈ പറഞ്ഞത്. എല്ലാവരാണെന്ത് പിന്നെ ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനാണ്, പിന്നെ എനിക്കെന്തുണ്ട്? വഹി ലഭിക്കുന്നുണ്ട്. പിന്നെ പറയാണെന്ത്? എന്താ വഹി? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്. പിന്നെ പറയാണെന്ത്? ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അള്ളാഹുവിൽ അവർ ഒന്നിനെയും പങ്കു ചേർക്കാതെയും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നമുക്ക് വളരെ കൃത്യമായിട്ട് ആ വിശ്വാസം അനുസരിച്ച പ്രവർത്തനങ്ങൾ കാണിച്ചു തന്നു. അങ്ങനെ തിറക്തുക്കും അയൽ മഹജിദുൽ ബൈദാ, ഞാനിതാ നല്ല ഒരു സ്ഥലത്ത് കൊണ്ട് തെളിഞ്ഞ ഒരു മാർഗത്തിൽ ഒരു നിലക്കും നമ്മൾ ആർക്കും വഞ്ചിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത നിലക്കുള്ള അത്രയും കൃത്യമായ തെളിഞ്ഞ പാതയിലാണ് ഞാൻ നിങ്ങളെ വിട്ടുപോയത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുക. അങ്ങനെ ഞാൻ നിങ്ങളെ വിടാണ്. എന്നിട്ടോ അത് റസൂൽ കൃത്യമായി പറഞ്ഞു. വളരെ നല്ല രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചു? പിന്നെ വിശ്വാസം എങ്ങനെയായിരിക്കണം, കർമ്മം എങ്ങനെയായിരിക്കണം, അത് പഠിപ്പിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മോട് പറഞ്ഞത്. എന്നിട്ടോ സഹാബത്തിന് വളരെ വ്യക്തമാകുന്ന രൂപത്തിൽ എങ്ങനെയായിരിക്കണം നമ്മൾ ഈ കർമ്മത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത്, ഈ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ഈ കർമ്മത്തിലൂടെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ച് കാണിച്ചു കൊടുത്തു. എങ്ങനെ വരച്ച് കാണിച്ചു? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറക ബികും മൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് നേരായ രേഖ വരച്ച് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഈ വിശ്വാസം അനുസരിച്ച് എങ്ങനെ കർമ്മം ചെയ്യാമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്ത് എന്നിട്ട് നേരായ ഒരു മാർഗം. എന്നിട്ടോ ആ നേരായ വരയ്ക്ക് പിന്നെ ഒരുപാട് വിലങ്ങായിട്ട് ഒരുപാട് വരെ വേരെയും വരച്ചു. എന്നിട്ടെന്ത് പറഞ്ഞു? ഈ നേർരേഖ കാണിച്ചു പറഞ്ഞു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാകുന്നു എൻ്റെ നേരായ മാർഗം, ഇതാകും നേരായ മാർഗം. ഇതല്ലാതെ ഈ ജീവിതത്തിൽ റസൂലുള്ള പഠിപ്പിച്ച ഈ മാർഗത്തിന് അപ്പുറമായി ആര് എന്ത് ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല. അതാ പറഞ്ഞത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഈ മുസ്തഖീമായ ഈ മാർഗമാകുന്നു എൻ്റെ മാർഗം, അതുകൊണ്ട് ഫത്തബിഊഹു, ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം, ആ മാർഗമേ നിങ്ങൾ സ്വീകരിക്കുവാൻ പാടുള്ളൂ. വലാ തത്തബിഉസ് സുബുൽ, ഇതല്ലാത്ത മറ്റൊരു മാർഗത്തെ നിങ്ങൾ സ്വീകരിക്കുവാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചാലോ ഫതഫറക ബികും മൻ സബീലിഹി, നിങ്ങളിതാ യഥാർത്ഥമായ മാർഗത്തിൽ നിന്ന് വഴിമാറിപ്പോകും. അപ്പം എന്താ പിന്നെ എവിടെയൊക്കെ പോണത്? നരകത്തിലേക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സിറാത്തുൽ മുസ്തഖീമിൽ മുന്നോട്ട് പോകണം. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് എന്താണ്? ഈ നമ്മുടെ ജീവിതത്തിൽ ഈ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണോ ഈ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ പതിയിരിക്കുന്ന വേറൊരാളുണ്ട്. നമ്മുടെ കർമ്മങ്ങളെ ഇങ്ങനെയൊക്കെ നമ്മൾ വിശ്വാസത്തോടു കൂടി ഒരു കാര്യം ചെയ്തു, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ പോയി പതിയിരുന്നു കൊണ്ട് ഈ വിശ്വാസികളെ റൂട്ട് മാറ്റുന്ന ഒരു ശക്തിയെക്കുറിച്ച് ആര് പഠിപ്പിക്കുന്നു? റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ആരാരോ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും അങ്ങനെ സ്വർഗത്തിൽ ആദം നബിയെയും ഹവ്വാബിയെയും അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. അവിടെ എന്താ പറഞ്ഞത്? നിങ്ങളിതാ ഒരിക്കലും ഈ മരം നിങ്ങൾ തൊടാൻ പാടില്ല, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇബ്ലീസ് വസ്വാസം ഉണ്ടാക്കി എന്ത് ചെയ്തു? അത് തിന്നുകയും അങ്ങനെ പുറത്തു പോരുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ പുറത്തു പോരുന്ന സമയത്ത് ഇബ്ലീസ് പറഞ്ഞൊരു വാക്കുണ്ട്. ആരോട്? അള്ളാഹുവിനോട്. എന്താരോ? ഖാല ഫബിമാ ഗവൈതനി ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അള്ളാഹു തആല ഇബ്ലീസിനെ വാക്കെടുത്ത് പറയണം. എന്താ പറയണത്? ഖാല ഫബിമാ ഗവൈതനി, അല്ലാഹുവേ നീ എന്തിനാണ് എന്നെ വഴി വിയപ്പിച്ചത്?
എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പുറത്തുവാക്കുന്നത്? അതുകൊണ്ട് ലാ അഖുദന്നലഹും, അവർക്ക് വേണ്ടി ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. ലാ അഖുദന്നലഹും, ആർക്ക് വേണ്ടി? വിശ്വാസികൾക്ക് വേണ്ടി. എലാ സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ, അഥവാ നിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച ആ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ പോയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെയോ സുമ്മലാത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം, പിന്നെ ഞാനിതാ അവിടെ മുമ്പിൽ കൂടിയും പിമ്പിൽ കൂടിയും ഇടതു ഭാഗത്ത് കൂടെ ഒക്കെ ചെല്ലും. എന്തിനു വേണ്ടിയിട്ട്? അവരെ വഴിപേപ്പിക്കാൻ വേണ്ടിയിട്ട്. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, അല്ലാഹുവേ നീ നിനക്ക് നന്ദി കാണിക്കുന്ന ആളുകളായി അവരിൽ അധികം ആളുകളെയും കാണുകയില്ല. അപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? നിങ്ങളെ ഒന്ന് പറഞ്ഞു, നിങ്ങളെ ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നവരെ വേണ്ടി. പിന്നെ എന്ത് പറഞ്ഞു? നിങ്ങൾ ഇമ്മാ ഷാക്കിറൻ വൈ ഇമ്മാ കഫൂർ, ഒന്നുകിൽ നിങ്ങൾ എന്താവും? നന്ദിയുള്ളവരായി മാറും, അല്ലെങ്കിലോ നന്ദി കെട്ടവരായി നിങ്ങൾ മാറും. അപ്പം ഇങ്ങനെ അള്ളാഹ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആരായി തീരണം? അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായി നമ്മൾ മാറണം, അങ്ങനെ ശുക്ർ കാണിക്കുന്നതിന് മാറണം. എന്നാൽ ഇബ്ലീസ് എന്ന് പറഞ്ഞു വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, അള്ളാഹുവേ നീ അവരിൽ അധികം ആളുകളെയും നന്ദി കാണിക്കുന്നതായി നീ കാണുകയില്ല. അപ്പോൾ ഈ ഇബ്ലീസ് എന്ത് ചെയ്യും? നമ്മളെ ഈ വിശ്വാസം ക്ലിയറാക്കി ഈ അമൽ നമ്മൾ ചെയ്യുമെന്നാരോ ഇവിടെ ഇടപെട്ടുകൊണ്ട് എങ്ങനെയാണ് ഇയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ മാർഗം നോക്കും. അത് ഒന്നാമത്തെ വിഷയം എന്താ? അള്ളാഹുവിൽ ശിർക്ക് വെക്കലാണ്. ഒരാൾ ശിർക്ക് ചെയ്ത് അയാൾ പിന്നെ എന്ത് അമൽ ചെയ്താലും ശരി അള്ളാഹു സ്വീകരിക്കില്ല. അത് അള്ളാഹ് പറഞ്ഞ വിഷയമാണ്. അപ്പോൾ എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ദാത്തിലോ അഫ്ആലിലോ സിഫാത്തിലോ നമ്മൾ സമന്മാരുണ്ടാക്കുക. അത് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, സഹായം ചോദിച്ച ശിർക്കാണ്. അത് പാടില്ല, തെറ്റാണത്. അത് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് പറഞ്ഞു ഏറ്റവും വഴിവെച്ച ആൾക്കാർ. 2 സ്ഥലത്ത് വമൻ അളല്ലൂൻ. അതിൽ ഒന്നെന്താ? ഒന്ന് ഇങ്ങനെ ഈ നിലയ്ക്ക് ഈ ഇബ്ലീസ് എന്ത് ചെയ്യും? മനുഷ്യനെ ശിർക്കിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അള്ളാഹു അല്ലാത്ത ആൾക്കാരെ വെച്ച് പ്രാർത്ഥിച്ചാൽ, അവരോട് സഹായം തേടിയാൽ എന്തായി? പിന്നെ ഇവന് എത്ര നല്ല അമല് ചെയ്താലും അള്ളാഹ് സ്വീകരിക്കൂല. അള്ളാഹ്ക്ക് അത് ആവശ്യമില്ല. അതെന്ത് പറഞ്ഞ്? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ. അള്ളാഹ് പറയാണെന്ത്? ഈ യഥാർത്ഥ മാർഗത്തിൽ റൂട്ട് തെറ്റിപ്പോയാണ്. എന്ത്? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും കൂടുതൽ വഴിവെച്ചു പോയവൻ മറ്റാരുണ്ട്? മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാത്തവന് വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവരാണെങ്കിലോ ഇവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരാണ്. അപ്പം ഇങ്ങനെ അള്ളാഹുവിന് പുറമെ ആരെ നമ്മൾ വിളിച്ച് സഹായം ചോദിച്ചാലും അത് ശിർക്കാണ്, പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ അമലുകൾ അള്ളാഹുവിൽ സ്വീകരിക്കും. അവന് എത്ര നല്ല മനുഷ്യനായാലും അത് സ്വീകരിക്കൂല. അപ്പം എന്ത് വേണം? അതാണ് പിന്നെ ഫസഅലഹ സയ്യഹ വഹുവ മുഅ്മിൻ എന്ന് ഖുർആൻ പറഞ്ഞു. അവനെന്ത് വേണം? ഈ പരലോകത്ത് വിജയിക്കണമെങ്കിൽ ഈ ജീവിതത്തിൽ എന്ത് വേണം? ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ എങ്ങനെ മുഅ്മിനായിക്കൂടി ചെയ്യണം. അല്ലാതെ വിശ്വാസി അല്ലാതെ ഒരാൾ എത്ര നല്ല പ്രവർത്തനം അള്ളാഹ് സ്വീകരിക്കൂല. പിന്നെ ഇങ്ങനെ ശിർക്ക് ചെയ്യിപ്പിക്കാൻ കാര്യം മനുഷ്യന്മാർക്കിടയിൽ ഇങ്ങനെ ഹവ ഇട്ടെടുക്കും. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് ഒരു സംഭവമുണ്ട്. അള്ളാഹുവിന് പുറമെ സഹായം ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ കയ്യിൽ തെളിവില്ല. അവർക്കൊരു തെളിവ് എന്താ? അവരുടെ ഇച്ഛകൾ മാത്രമായിരിക്കും. അപ്പം ഇങ്ങനെ ഈ ഇച്ഛകളെ പിൻപറ്റി പോകുന്ന ആൾക്കാർ ചെന്ന് പറഞ്ഞു വമൻ അളല്ലെന്ന് ഖുർആൻ പറഞ്ഞു. ഇങ്ങനെ ഈ നിലക്കുള്ള ഈ ഹവകളെ സ്വന്തമായത് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഉണ്ടാവാം എന്ന ആ ഒരു സങ്കല്പം വെച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ എന്ത് പറഞ്ഞു? അത് ഹവയായി പരിചയപ്പെടുത്തി. നോക്കൂ, നിങ്ങൾ ഖുർആൻ പറയാണ്, വീണ്ടും പറയാണ് ഫൈലം യസ്തജീബു ലക ഫഅലം അന്നമാ യത്തബിഉന അഹ്വാഹും വമൻ അളല്ല മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹി ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു പറയാണ് ഫൈലം യസ്തജീബു ലക, നബിയെ അവർ നിങ്ങൾ പറയുന്ന കാര്യം കേട്ടുകൊണ്ട് ഉത്തരം ചെയ്യുന്നില്ല എങ്കിൽ അവരാണ് ഫഅലം, നീ മനസ്സിലാക്കണം, അന്നമാ യത്തബിഉന അഹ്വാഹും, അവരെന്താ പിൻപറ്റുന്നത്? അവരുടെ ഇച്ഛകളെ മാത്രമാണ്. അവർ സ്വന്തമായി അവരുണ്ടാക്കി തെളിവില്ലാത്ത വിഷയങ്ങൾ അവരിങ്ങനെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണെന്ത്? വമൻ അളല്ല മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹുദക്ക് പുറമെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഇച്ഛകളെ പിൻപറ്റുന്ന ആൾക്കാരെക്കാളും വഴിവെച്ച ആൾക്കാർ വേറെ ആരുണ്ട്? അപ്പോൾ ഇവനുമാരാണ് വഴിവെച്ച് പോയ ആളാണെന്ന് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഈ നിലക്ക് എന്താണ്? ശിർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹവക്കൊപ്പിച്ചുകൊണ്ട് പോയി ഇബ്ലീസ് ചെയ്യും, നമ്മളങ്ങോട്ട് ഈ മാർഗത്തെ അങ്ങോട്ട് ഒഴിവാക്കി തരും, അങ്ങോട്ട് മാറ്റിത്തരും. പിന്നെ അത് കഴിഞ്ഞാലോ പിന്നെ അടുത്ത വിഷയം എന്താണ്? ബിദഅത്തുകൾ നമ്മൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ബിദഅത്തുകൾ കാരണം എന്താ പറയുക? ഒരാൾ ബിദഅത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറി സ്വീകരിക്കൂല, അല്ലാഹു തആല സ്വീകരിക്കൂല. ഇതെങ്ങനെ വരിക? നല്ല കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത് തന്നെ വരല്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ എത്ര ഈ ബിദഅത്തുകൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയല്? ഞങ്ങൾ നല്ല കാര്യമല്ലേ, ഈ നല്ല കാര്യം അതല്ല, അത് ചെയ്താൽ എങ്ങനെയാണ് പിന്നെ തെറ്റായി മാറുക എന്നാണ് ചോദിക്കല്.
എന്നാൽ ഇതും ആര് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എടുത്തു പറഞ്ഞു തരാണെന്ത്? ഖുൽ ഹൽ യുനബ്ബികും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. നബിയെ നിങ്ങൾ ചോദിക്ക്, എന്ത്? ഹൽ യുനബ്ബികും ബിൽ അഖ്സരീന അഅമാല, പ്രവർത്തനങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ, പ്രവർത്തനം ചെയ്തിട്ട് നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു തരട്ടെ എന്ന്. എന്താണ്? അല്ലദീന ലല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, അവരുടെ പരിശ്രമങ്ങൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി, അതാണ് വഴിപിഴച്ചു പോയി. ലല്ല സഅയു, ആ സിറാത്തുൽ മുസ്തഖീമിൽ മാറി സഞ്ചരിച്ചു. അല്ലദീന ലല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, അവരുടെ പ്രവർത്തനങ്ങൾ ഇതാ ഈ ഐഹികമായ ദുനിയാവിലെ ജീവിതത്തിൽ അതവർ വഴിപിഴച്ചു പോയി. വഹും യഹ്സബൂന, അവർ കണക്ക് കൂട്ടുകയും ചെയ്തു, അവർ വിചാരിക്കുകയും ചെയ്തു. അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്തു. അപ്പം എന്താണ്? ഇങ്ങനെ നല്ല കാര്യമാണ് വിചാരിച്ച് ഇങ്ങനെ കയറി ഒരുമാര് വിദേഹത്തുകൾ. നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ് നല്ല കാര്യമല്ലേ? അല്ലേ? ഒരാൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ എത്ര പ്രതിഫലം കിട്ടും? നേരം ഒരുപാട് കിട്ടും. കാരണം അള്ളാഹു നമ്മൾ വാഴ്ത്തുകയാണ്, അള്ളാഹുവിനെ നമ്മൾ പരിശുദ്ധപ്പെടുത്തുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു ദിക്ർ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ എത്ര കൂലി കിട്ടും? എന്നാൽ നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് എത്ര എല്ലാം പാടുള്ളൂ? 33 പാടുള്ളൂ. ഒരാൾ 34 ചൊല്ലിയാൽ എന്താണത്? അത് ബിദ്അത്താണ്. ആ സുബ്ഹാൻ നല്ല വിഷയമല്ലേ? ആണ്. പക്ഷെ നബി എന്ത് പഠിപ്പിച്ചു? അവിടെ എത്ര ചെല്ലാൻ പാടുള്ളൂ? 33 ചെല്ലാൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെ ഈ കർമ്മങ്ങൾ എന്താ നമ്മൾ നിഷ്ഫലമായി പോകുന്ന വിഷയമാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ എന്ത് വരും? ബിദ്അത്ത് കടന്നു വരും. മാത്രമല്ല, എന്തിനാ ഈ ബിദ്അത്ത് ചെയ്യുന്ന എല്ലാ ആൾക്കാരും എന്ത് പറയും? ഈ ബിദ്അത്ത് ചെയ്യുന്ന ആൾക്കാർ പറയും, ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹിൻ്റെ അടുക്കലേക്ക് അടുക്കണം. മാത്രമല്ല, നബിൻ്റെ അടുക്കൽ നിനക്ക് എന്ത് വേണം? ഹൗദുൽ കൗസർ കുടിക്കണം. നബി എന്ത് പറയും? റസൂലുള്ളാഹ് ആ വിഷയം പറയാണെന്ത്? ഹൗദുൽ കൗസർ കിട്ടുന്ന ആ വിഷയം എടുത്ത് പറഞ്ഞവരാണ് കുറച്ച് ആൾക്കാരുടെ അടുക്കലോട് വരും. അവർ ഞാനറിയും, അവർ എന്നെയും അറിയും. ആരവർ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവർ? എൻ്റെ ഉമ്മത്തുകളാണ്. അവർ ഞാനും അറിയും, അവർ എന്നെയും അറിയും. അങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാർ എൻ്റെ അടുക്കലൂടെ വന്നു പോകും. എന്നിട്ടോ അങ്ങനെ പറയുന്ന സമയത്ത് ആര് പറയും? റസൂലുള്ളാഹ് പറയുന്ന വിഷയമുണ്ട്. അവരെന്ത് ചെയ്യും? ഇങ്ങനെ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അള്ളവരാണെന്ന് ഫയുഖാലു ഇന്നക ലാ തദ്രി മാ ബദ്ദലു ബഅദക, നബിയെ നിങ്ങൾ മരിച്ചതിന് ശേഷം അവരെന്തൊക്കെയാണ് ദീനില് പുതിയ കാര്യം ഉണ്ടാക്കി നിനക്കറിയില്ല, അതുകൊണ്ട് ഒഴിവാക്കുക. അപ്പം നബി എന്ത് പറയും? സുഹ്കൻ സുഹ്കാലിമൻ ബദ്ദല ബഅദി, അവർ മാറിപ്പോവട്ടെ. ആര്? ഇങ്ങനെ ഞാൻ പഠിപ്പിച്ച ദീൻ അതിൽ മാറ്റം വരുത്തി നല്ല വിഷയമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആൾക്കാർ മാറിപ്പോവട്ടെ എന്ന് ആര് പറയും? റസൂലുള്ളാഹ് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കാണ്. അപ്പം എന്ത് വേണം? കർമ്മങ്ങളിൽ ശിർക്ക് വന്നു പോകരുത്. പിന്നെ ബിദ്അത്തുകൾ ഉണ്ടാവാൻ പാടില്ല. എങ്ങനെ വന്നാലും ബിദ്അത്തുകൾ ഒരിക്കലും നമ്മളിൽ വരാനേ പാടില്ല. അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത വിഷയം, അബദ്ധങ്ങൾ വരാതെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹിന്റെ റസൂലിന്റെ ഒരു വാക്ക്, അതുപോലെ അള്ളാഹ് പഠിപ്പിച്ചൊരു കാര്യം, അതിനോട് നമ്മൾ ഒരിക്കലും ധിക്കാരം കാണിക്കാൻ പാടില്ല. ഒരിക്കല് നബി എന്ത് പറഞ്ഞു? കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ ഖാല ഫമൻ യഅബാ യാ റസൂലല്ലാഹ് ഖാല ഫമൻ അതാനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. അപ്പോൾ നമ്മളൊരു കാര്യം അള്ളാഹ് പഠിപ്പിച്ച വിഷയമാണ് ഇത്, ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വിഷയമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് അങ്ങനെ തന്നെ അംഗീകരിക്കണം. നബി പറയാണെന്ത്? കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്ത് എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, എല്ലാവരും പ്രവേശിക്കും. ആരൊഴികെ? ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ. ഖീല വമൻ യഅബാ യാ റസൂലല്ലാഹ്, ചോദിക്കുക നബിയെ ആരാണ് വിസമ്മതിച്ചു പോയവൻ? വമൻ യഅബാ യാ റസൂലല്ലാഹ്, ആരാണ് അല്ലാഹുവിന്റെ റസൂലായി വിസമ്മതിച്ചു പോയവൻ? അപ്പൊ എന്താ നബിന്റെ മറുപടി? വമൻ അതാഅനി ദഖലൽ ജന്ന, ആര് എന്നെ അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്താണ് നമ്മോട് പറഞ്ഞ വിഷയം, അവിടെ യാതൊരു നിലക്കുള്ള മാനസികമായ പ്രയാസങ്ങളും കൂടെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ വിഷയം. ഇതെനിക്ക് വേണം, അത് നമുക്ക് അഭിമാനം ഉണ്ടാവണം. ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരു നിന്ദ നമുക്ക് ഉണ്ടാവരുത്. ഇങ്ങനെ ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ അനുസരിക്കുക. അതാണ് വമൻ അതാഅനി ദഖലൽ ജന്ന. ഇനിയോ വമൻ അസാനി, ആരെന്നെ ധിക്കരിച്ചുവോ ഫഖദ് അബാ, അവനാകുന്നു വിസമ്മതിച്ചവൻ. അപ്പം നമ്മൾ നോക്കുക, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാഗത്ത് അള്ളാഹുവിൻ്റെ റസൂലെ പഠിപ്പിച്ച കാര്യത്തിന് വല്ല കോട്ടും പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആരാണ്? ശരിക്ക് നമ്മളാരാണ്? ഈ വിസമ്മതിച്ച ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ ഈ കർമ്മങ്ങൾ എന്ത് ചെയ്യുക? കർമ്മങ്ങൾ നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്താൽ എന്താ
ഇങ്ങനെ നമ്മൾ നമ്മുടെ ആ ജീവിതത്തിലെ വിശ്വാസവും അതുപോലെ തന്നെ കർമ്മവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കാകുന്നു ഈ ലോകത്തും പരലോകത്തും നല്ല ജീവിതമുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞുതരാണ്. ഏറ്റവും നല്ല ജീവിതം എന്താണ്? ഒരാൾക്ക് നല്ല ജീവിതം എവിടെയാണ്? ഈ നിലക്ക് പിന്നെ നമ്മുടെ ഈ നൈമിഷികമായ ജീവിതം, ആ ജീവിതത്തിൻ്റെ അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ ഒരിക്കലും കാത്തിരിക്കരുത്. കാരണം ഇന്നലെ നമ്മളെ മുമ്പിലാകെ 3 ദിവസങ്ങളാണ്. ഒന്ന് ഇന്നലെ, ഒന്ന് ഇന്ന്, ഒന്ന് നാളെ, അല്ലേ? ഇന്നലത്തെ കഴിഞ്ഞുപോയി. നാളെ ആണെങ്കിലോ നമ്മൾ ഉണ്ടാവുന്നൊരു ഉറപ്പില്ല. പിന്നെ എപ്പോഴാണ്? ഇന്ന്, നമ്മളിപ്പം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ പരമാവധി ചെയ്യണം. അപ്പം ഇന്നെന്താണ്? ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നിമിഷം നമ്മളെ ഇന്നാണ്. ഈ നിമിഷം അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കാം? ഇതാണ്. അപ്പം എന്താണ്? ഇങ്ങനെ ഈ നിലക്കാണ്. അപ്പൊ ആ ഇന്ന് എന്ത് ചെയ്യുക? നമ്മൾ പരമാവധി ചെയ്യുക. കാരണം എന്താണ്? അൽ യൗമ അമലുൻ, ഇന്ന് പ്രവർത്തിക്കാനുള്ള ദിവസമാണ്. നാളെ എന്തില്ല? പ്രവർത്തനമില്ല, വിചാരണ മാത്രമേ ഉള്ളൂ. എവിടെ? പരലോകത്ത്. ഇവിടെ നമുക്ക് പ്രവർത്തിക്കാനുള്ള മേഖലയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ വളരെ പെർഫെക്റ്റായി എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, എങ്ങനെയാണ് പിന്നെ സഹാബത്ത് ഉൾക്കൊള്ളുന്നത്, ആ നിലക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം കിട്ടും. അങ്ങനെ ഈമാണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ജീവിച്ചാൽ ഇവിടെയും സമാധാനം, പിന്നെ പരലോകത്തും സമാധാനം. നോക്കൂ നിങ്ങൾ, അള്ളാഹ് പറയാണെന്ത്? മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. എന്താ അല്ലാഹു തആല പറയണത്? ഇങ്ങനത്തെ ഈ ഒരു വാക്ക് പറയാൻ നമുക്ക് ആർക്കും പറ്റൂ? അള്ളാഹ് കൃത്യം പറയണത് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയുമായിരിക്കണം. വിശ്വാസിയല്ല ചെയ്ത് കിട്ടൂല. എന്താണ്? വിശ്വാസിയുമായിരിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവന് ഞാനിതാ നല്ല ഒരു ജീവിതം അള്ളാഹു നൽകുന്നതാണ്. നല്ല ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താരോ, ഒരാൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ, മനസ്സമാധാനമാണ്. ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും നമുക്കുള്ള എല്ലാ സഹായം ചെയ്താലും നമുക്ക് മനസ്സമാധാനം ഇല്ലെങ്കിലോ ആകെ എന്തേക്കും? വിഷമത്തിലായിരിക്കും അവൻ. എന്നാൽ വിശ്വാസിക്കാണെങ്കിലോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഈ സമാധാനം കൊടുക്കുന്ന അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. ആരാണ്? അല്ലാഹുവേ, നീയാണ് സമാധാനം, നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് സമാധാനം. അതാർക്ക് കിട്ടണം? നമുക്ക് ലഭിക്കണം. അതാണ് ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നാം ഏറ്റവും നല്ല ജീവിതം നാം അവരെ പിന്നെ ജീവിപ്പിക്കും. എന്നിട്ടോ വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത ആ പ്രവർത്തനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് പ്രതിഫലം കൊടുക്കുന്നു. എങ്ങനെ കൊടുക്കുക? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം നിങ്ങൾ നോക്കൂ. അല്ലാഹു പറയാണെന്ത്? എങ്ങനെ അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുക? പിന്നെ ഓരോന്നിനും പിന്നെ കുല്ലു അമല ഇബ്നു ആദം യുളാഫുൽ ഹസനത്തു അശറു അംസാലിഹാ ഇലാ 700 ളൈഫിൻ. ഒരു അടിമ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം കൊടുക്കും. 10 മുതൽ 700 ഇരട്ടി. ഇപ്പം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ എന്ത് വേണം? ആത്മാർത്ഥമായി ഇഖ്ലാസോട് കൂടി നമ്മൾ ചെയ്യണം, ഏത് വിഷയമായിരുന്നാലും. കാരണം എന്താ കാരണം? നമുക്ക് എന്ത് വേണം? സ്വർഗ്ഗം ലഭിക്കണം. ഇപ്പൊ ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി എന്തിനു വേണ്ടിയാണ്? ഇതാ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വിഷയങ്ങൾ കേൾക്കണം, അവിടെയുള്ള വിഷയങ്ങൾ പഠിക്കണം, അത് മനസ്സിലാക്കണം. അങ്ങനെ വന്ന ആൾക്കാർ നമ്മളാരാണ്? താലിബുൽ ഇൽമാണ്, അള്ളാഹുവിന്റെ ഈ അറിവ് പഠിക്കുന്ന ആൾക്കാർ. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടാണ്. അപ്പൊ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല അനുഗ്രഹം നൽകുന്നത് മാത്രമല്ല, മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇങ്ങനെ ആയി കഴിയുമ്പോൾ അപ്പൊ ഇങ്ങനത്തെ സദസ്സായി ഇത് മാറണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഇങ്ങനെ ആവുമ്പോൾ എന്താ ഇവർക്ക് നല്ല പ്രതിഫലം, നല്ല ജീവിതം കിട്ടും, നല്ലൊരു മനസ്സമാധാനം. അത് മാത്രമല്ല, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കൂട്ടർ കുറ്റവാളികൾ, അവരാരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇബ്ലീസിന്റെ വഴിയിലൂടെ ഇങ്ങനെ പോയ ആൾക്കാർ. വേറെ കൂട്ടരാരാണ്? അവർ വിജയിച്ച ആൾക്കാർ. അവരിങ്ങനെ പോകും. അപ്പൊ ഇവിടെ ഈ 2 ആൾക്കാരോടും പറയുന്നൊരു വാക്ക്, ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു പക്ഷേ ഒരു വിശ്വാസിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, എന്നാൽ പരലോകത്ത് ഒരു അട്ടഹാസം, എന്താ? ഒരു ഗർജനം, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ. അല്ലാഹുവിന്റെ വല്ലാത്തൊരു ചോദ്യമാണത്. എവിടെ വെച്ചൊരു കുറ്റവാളികൾ പരലോകത്തുമ്പോൾ ചോദ്യം എന്താണ്? വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കൂ, ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. എത്ര നിന്ദയാണത്?
വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കൂ. നിങ്ങൾ അലം അഹദിലേക്കും യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തില്ലയോ, അല്ലാ തഅബുദി ശൈത്താന, നിങ്ങൾ ശൈത്താൻ ആരാധിക്കരുതെന്ന്, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ മുഖ്യമായ ശത്രുവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുവീൻ, അതാകുന്നു യഥാർത്ഥ മാർഗമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നില്ലയോ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ, ഇതാ നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആളുകൾ അവൻ വഴിവേൽപ്പിച്ചു പോയിട്ടില്ലേ, ഒരുപാട് ആൾക്കാർ അവൻ വഴിവേൽപ്പിച്ചിട്ടില്ലേ. അത് അങ്ങനെയിട്ടും അഫലം തക്കൂനു താക്കിലൂൻ, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരെ മാറിയത് കൊണ്ട് ആദ്യ ഈ ജഹന്നമുലത്തിൽ കൊണ്ടുപോയി, ഇതാണ് നിങ്ങൾക്ക് എന്ത്, ഇന്ന് നിങ്ങൾക്ക് കരാർ ചെയ്യപ്പെട്ട നരകം ഇതാണ്, ഇതാണ് നിങ്ങളുടെ പ്രതിഫലം. ഇതാണ് ആരോട്? കുറ്റവാളികളോട്. എന്നാൽ ഇങ്ങനെ അള്ളാഹ് പറഞ്ഞ ആ നിലക്ക് നമ്മുടെ ജീവിതം, ഈ ജീവിതം കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി വിശ്വാസത്തോടു കൂടി ആ നിലക്ക് അമൽ ചെയ്ത ആളുകൾ, റസൂൽ പഠിപ്പിച്ച അമൽ ചെയ്ത ആൾക്കാർ, ഇവരാരേക്കും? ഇവരെപ്പോഴും ശാന്തരായിരിക്കും. ഇവരാണ്, ഇവര് ശാന്തരാണ്. നോക്കൂ നിങ്ങൾ, അവർക്കുള്ള പ്രതിഫലം അല്ലാഹ് പറയുന്നത് ഇവിടെ തന്നെ പറയുന്നത്, തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വല്ലാത്തൊരു വിഷയമാണ്. തിൽക്കദ്ദാറുൽ ആഖിറ, അതാകുന്നു പരലോകം. കണ്ടോ, ഏത് ഇങ്ങനെ ഈ വിശ്വസിച്ച് പ്രയാസപ്പെട്ട് കർമ്മ ചെയ്ത ആൾക്കാർ, തിൽക്കദ്ദാറുൽ ആഖിറ, അതാകുന്നു പരലോകം. എന്നിട്ടോ നജഅലുഹാ ലില്ലദീന, അത് നാം ആക്കിയിരിക്കുകയാണ് ആർക്ക്? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ദുനിയാവിൽ യാതൊരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ അവർക്കൊന്നും ആവശ്യമില്ല. വലാ ഫസാദ, അവിടെ ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാകുന്നു നല്ല പര്യവസാനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കണം. ഇങ്ങനെ ഈ മുത്തഖീങ്ങൾക്കാണ് സഹോദരന്മാരെ നല്ല പര്യവസാനം. അപ്പൊ ഇങ്ങനെയുള്ളവരായി നമ്മൾ മാറണം. ആര്? നല്ല മുഹ്സിനീങ്ങളായി, ഇഹ്സാനുള്ളവരായി നമ്മൾ മാറിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെന്ത് ചെയ്യും? നമ്മ പരലോകത്ത് വളരെ നല്ല രൂപത്തിൽ സ്വീകരിക്കുമെന്നാണ് അല്ലേ. വഉസ്രിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദ്ദു ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാ ബിഖൽബിൻ മുനീബ് ഉദ്ഖുലൂഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ് ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. അല്ലാഹ് പറയുന്നത്, നരകം വിശ്വാസികൾ കണ്ട് അകറ്റി മാറ്റും. മറ്റവരോടോ മറ്റവരെ കൊണ്ടാക്കും, നരകത്തിലാക്കും. ഇവിടെ എന്തുവരാണ്? വഉസ്രിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. ഈ നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളോട് എന്ത് ചെയ്യും? മാറ്റി നിർത്തും. പിന്നീടോ ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയ ആ നിലക്ക് ജീവിച്ച ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ ചെയ്താകുന്ന ഈ സ്വർഗം ആർക്ക്? മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായി അല്ലാഹുവിനെ ഭയപ്പെട്ട ആളുകൾ അല്ലേ. നമ്മളെങ്ങനെയിരിക്കണം? ഒറ്റക്ക് അള്ളാഹിനെ ഓർക്കാൻ നമുക്ക് കഴിയണം. അല്ല, ഒറ്റക്ക് ഇരുന്നു കൂടെ ആ ഗൈബിയായി. ഇപ്പം നമ്മൾ കൂടിരിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെയല്ല, എന്ത് ഒറ്റക്കായിരിക്കുമോ ആ സമയത്ത് നമ്മുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ ആയിരിക്കണം. രഹസ്യമായ ജീവിതവും പരസ്യമായ ജീവിതവും രണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഈ മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, ആ പരമകാരുണികൻ ഇങ്ങനെ അള്ളാഹുവിനെ അദൃശ്യമായ നിലക്ക് ഭയപ്പെട്ടവരാണോ, വജാ ബിഖൽബിൻ മുനീബ്, അതുപോലത്തെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയ ഒരു മനസ്സിലാക്കുക. എന്തായാലും ഇങ്ങനെ ഈ നിലക്കുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പ്രയാസമായിരിക്കും. പടച്ചോ എൻ്റെ അമൽ അല്ലാഹ് സ്വീകരിക്കൂലേ ഇല്ലേ? എപ്പോഴും ഞാൻ ഇപ്പം അങ്ങോട്ട് മരിച്ചു പോയാൽ എന്തേക്കുണ്ട് അവസ്ഥ? ഇതാർക്കുണ്ടാവുള്ളൂ? വിശ്വാസി. കാരണം അവൻ്റെ അമൽ കഴിഞ്ഞില്ലേ, അമൽ കഴിഞ്ഞു പോകാൻ മരിച്ച കഴിഞ്ഞു. അപ്പം എന്ത് ചെയ്യാണ്? ഇങ്ങനെ ആ ഒരു അമൽ എല്ലാ സമയത്തും അതിങ്ങനെ അവൻ കീപ്പ് ചെയ്യും. എന്ത് ആ ഒരു ഈമാൻ, അങ്ങനെ അവൻ എന്ത് ചെയ്യും? അങ്ങനെ ജീവിക്കും. അതാണെന്ത് ഈ നിലക്ക് ജീവിക്കുമെന്നാണ് ഉദ്ഖുലൂഹാ ബിസലാം, നിങ്ങളുടെ സമാധാനത്തോടെ സ്വർഗത്തിൽ പോയിക്കോളൂ. എവിടേക്ക്? സമാധാനത്തോടെ നിങ്ങൾ സ്വർഗത്തിൽ പോയിക്കോളൂ. ദാലിക യൗമുൽ ഖുലൂദ്, ഇവിടെ നിങ്ങൾ ഇന്നെന്താണ്? നിങ്ങൾ ഇവിടെ നിത്യവാസികളാണ്. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവർക്കിതാ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല എൻ്റെ അടുത്ത് അതിനേക്കാളും കൂടുതലുണ്ട് എന്നാര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ സഹോദരന്മാരെ, ഇങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ നിലക്കുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഇവിടുന്ന് വിട പറയുമ്പോൾ പോലും നമുക്ക് എന്തുണ്ട്? അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കും. മരിക്കുന്ന സമയം മനുഷ്യനെ എല്ലാ നിലക്കുള്ള ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടാൻ, ഭൗതികമായ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണം. ആ സമയത്ത് ഈ പറഞ്ഞ രൂപത്തിൽ ജീവിച്ച ആൾക്കാർ എങ്ങനെ ജീവിച്ച ആൾക്കാർ? ഈമാനോടുകൂടി നല്ല അമല് സാലിയാത്തുകൾ ചെയ്ത് അങ്ങനെ മരിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആര് വരും? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്
സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വബശ്റൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. ഇതാണ് നമുക്കുള്ള ഫലം. നമ്മളെ എല്ലാവരും കൈയൊഴിഞ്ഞു. കാരണം എന്താ, ഇയാൾക്ക് നമ്മുടെ ജീവൻ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റൂല. ഡോക്ടർ കൈയൊഴിഞ്ഞു, എല്ലാവരും ഒഴിഞ്ഞു. എന്താണ് ഇനി നമ്മൾ ഇയാളുടെ മരണം കാത്തിരിക്കണം. അങ്ങനെ എല്ലാവരും മാറി നിൽക്കുമ്പോൾ ആരും സഹായിക്കാനുള്ള സമയത്ത് ആര് വരികയാണ്? ഇങ്ങനെ ഈ നിലക്ക് വിശ്വാസം സ്വീകരിച്ച് അങ്ങനെ അമൽ ചെയ്ത മനുഷ്യന്മാർ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു, പിന്നെ അതിലൊരിക്കലും ഇളക്കം തട്ടാതെ വളരെ കൃത്യമായി നേരായ മാർഗത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. എന്താ പണ്ഡിതന്മാർ പറഞ്ഞോ? തഖാഫു പറഞ്ഞാൽ നിങ്ങൾ നാളത്തെ വിഷയം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. പിന്നെ എന്താ പറഞ്ഞാൽ പരലോക വിഷയം. പിന്നെ വലാ തഹ്സനു, കഴിഞ്ഞു പോയ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല, അതും കഴിഞ്ഞു. വലാ തഹ്സനു വബശ്റൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. നിങ്ങൾക്കിതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ന് കരാർ ചെയ്യപ്പെട്ട സ്വർഗം, ആ സ്വർഗമുണ്ട്. അത് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നാര് ഈ മലക്കുള്ള സമയത്ത് പറയും. സഹോദരന്മാരെ, അങ്ങനെ നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുവാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. കാരണം വിശ്വാസികളുടെ ജീവിതം അത് പരീക്ഷണങ്ങൾ മാത്രമാണ്. വിശ്വാസം എത്ര കണ്ട് കൂടുന്നുവോ അത്ര കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഈ പരീക്ഷണങ്ങൾ വിജയിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന യഥാർത്ഥ അടിമകളായി തീരുവാൻ സഹോദരന്മാരെ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ജീവിച്ചെങ്കിലേ പരലോകത്ത് രക്ഷയുള്ളൂ. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതം അത് തികഞ്ഞ വിശ്വാസപൂർണമായ നല്ല വിശ്വാസാടിസ്ഥാനത്തിലായിരിക്കും. എങ്ങനെ ആ അഖീദ നമ്മൾ ക്ലിയർ ആക്കുക. ഞാൻ പറഞ്ഞ 4 വിഷയങ്ങളും മറക്കാതിരിക്കുക, 4 അഖീദകൾ അത് നമ്മൾ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ അമലുകൾ, ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഭൂതലം വിട്ട് പിരിയുമ്പോൾ സന്തോഷ വാർത്ത കേട്ട് മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഇവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തിനും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്രിക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.